വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഈ പയ്യെ പറയുന്നത് വേറെ നല്ല മാത്തുകൊണ്ട് കിടന്ന് ഉറങ്ങുകയാണ്. എനിക്ക് ഇൻട്രോ എടുക്കുകയും ചെയ്യണം. ഞാനിപ്പോൾ റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ജൂലൈ 31. വേറെ ഒന്നുമല്ല, എനിക്ക് മാത്രമല്ല എൻ്റെ എല്ലാവരും ഫാമിലിയിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് ഇന്ന്. മാത്തുക്കുട്ടനുണ്ടായിട്ട് അവന് 1 വയസ്സ് തികയാണ്. താങ്ക് ഗോഡ്. അവനെ വളരെ ഭംഗിയായിട്ടൊരു കുഴപ്പമില്ലാതെ അവനെ വഴി നടത്തി. തുടർന്ന് ദോഷം അങ്ങനെ ആയിക്കോട്ടെ. അപ്പം അതിൻ്റെ കുറച്ച് ഇന്ന് വലിയൊരു പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. ബർത്ത്ഡേയോട് അനുബന്ധിച്ച് നമ്മളൊരു ചെറിയ പ്രെയറും പിന്നെ നമ്മൾ ഫാമിലിയും നമ്മുടെ ചേർച്ചിലുള്ളവരും നെയ്ബേഴ്സും എല്ലാം ആയിട്ട് ചെറിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ വിശേഷങ്ങളാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. നമ്മുടെ പന്തലിൻ്റെ പണിയൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ ആയി. രാവിലെ ഒരു ചെറിയ മഴയൊക്കെ അടിച്ചു പോയി. മഴക്കാറും ഉണ്ട്. അതാണ് ഇങ്ങനെ ഇരുണ്ട് മൂടിയൊരവസ്ഥയിൽ നിൽക്കുന്നത്. ചീവീടൊക്കെ ചിലക്കുന്നുണ്ടല്ലേ. അപ്പം ഇനി ഇവിടെ ഒരു സ്റ്റേജ് നമ്മൾ ബാക്ക് ഡ്രോപ്പൊക്കെ വെച്ചിട്ട് സ്റ്റേജ് സെറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അത് ഇനി കുറച്ച് കഴിയുമ്പോൾ അവർ കൊണ്ടുവരും. നമ്മുടെ ബർത്ത്ഡേക്കാരൻ പയ്യെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ എണീക്കുന്ന സമയമായിട്ടില്ല. കുറച്ച് നേരം കൂടെ കിടക്കുന്നാ തോന്നുന്നത്. ഗുഡ് മോർണിംഗ്. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. എന്നാന്നറിയോ അത്? ഹാപ്പി ബർത്ത്ഡേ എന്നാന്നറിയോ? ഹലോ ഒന്നേ എന്നെ കാണുന്നേ. മാത്തപ്പൻ എണീറ്റ്. എനിക്ക് ഇപ്പോഴത്തെ കുറച്ചായിട്ട് ഇപ്പം അവൻ കുറച്ചുകൂടെ വളർന്നല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ കുറച്ച് എൻ്റെ ഒരു ഡെയിലി റൊട്ടീനിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈമാണ് ഈ മോർണിംഗ് ഇവൻ എണീറ്റ് വരുന്ന സമയത്തുള്ള ഇവനുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എണീറ്റ് വന്നു കഴിയുമ്പം ഈ ഉറക്കത്തിൻ്റെ ചെറിയൊരു കരച്ചിലും മൂഡ് ഔട്ടും കാണും. ചിലപ്പോൾ അവൻ എണീറ്റിട്ട് പിന്നെ അവൻ കിടക്കും. അപ്പോൾ ഞാൻ പോയി അവനെ എണീപ്പിക്കും. പിന്നെ ഞങ്ങളിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കും. പിന്നെ ഇതുപോലെ ഞാൻ ബെഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആളവിടെ കിടന്നിങ്ങനെ വട്ടം കറങ്ങും. അപ്പം അന്നേരം പിന്നെ അവനെയും പോയി ഞാൻ ചൊറിയാനൊക്കെ പോവും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ മിസ്സ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരു നല്ലൊരു മാത്തുമായിട്ടുള്ളൊരു നല്ലൊരു ക്വാളിറ്റി ടൈമാണ് മോർണിംഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ കുറച്ച് നേരം ബെഡിലൊക്കെ കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് റൂമിൽ നിന്ന് പുറത്ത് വരാറുള്ളൂ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി വന്നപ്പോൾ വെളിയിൽ പന്തലൊക്കെ കണ്ടപ്പോൾ ആളിങ്ങനെ വണ്ടറടിച്ച് തുടങ്ങി. ഇതെന്താണ് കഴിഞ്ഞ ദിവസം രാത്രി കിടന്നപ്പോൾ ഇങ്ങനെയൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ ആൾ ഭയങ്കര എന്താ പറയുക, പുള്ളി ഒരു ഇങ്ങനത്തെ കാര്യങ്ങൾ പുതിയതാണല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുള്ളി കണ്ട് ഭയങ്കര വണ്ടറടിക്കുകയും എൻജോയ് ചെയ്യുകയും അങ്ങനെ. ഞാൻ മാക്സിമം അവൻ്റെ ബർത്ത്ഡേ നന്നായിട്ട് അതേ ഭയങ്കര സ്പെഷ്യലാക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചിരുന്ന ദിവസമായിരുന്നു. ആൻഡ് അത് നന്നായിട്ട് അതിൻ്റെ എൻഡ് റിസൾട്ട് എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്നു. നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ രാവിലെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. അപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, മമ്മി കഴിക്കുന്നു. അപ്പോൾ ഇവന് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ കഴിക്കും.
അപ്പോൾ മാത്തപ്പൻ്റെ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു, അവൻ്റെ കുളിയും പാസ്സായി, നല്ലൊരു ഉറക്കത്തിന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പണിയുള്ളത്, കാരണം മമ്മി ഇവിടെ ഇല്ല, അതാ മെയിൻ പ്രശ്നം. മമ്മി കോതമംഗലം ടൗൺ വരെ പോയേക്കുവാണ്, ഒരു അത്യാവശ്യ കാര്യം മമ്മിക്കുണ്ട്. മമ്മി അത് കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഉച്ചയ്ക്കത്തേക്കുള്ള കറികൾ മാത്രം ഞങ്ങൾ സെറ്റ് ചെയ്യാൻ മതി. മമ്മി രാവിലെ അതിൻ്റെ ചോറ് വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും അച്ചുവും കൂടെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഹിച്ചാൻ്റെ സിസ്റ്റർ ജോബി വന്നു കുറച്ച് ഹെൽപ്പ് ചെയ്തു. പിന്നെ കറിയൊക്കെ വെച്ച് ഓൾമോസ്റ്റ് തീരാറായപ്പോഴത്തേക്കും മമ്മിയും സിമി ചേച്ചിയും വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാവിലെ പറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റേജ് സെറ്റ് ചെയ്യണമെന്ന്. അപ്പം അവർ അതിൻ്റെ ആൾക്കാർ പുറത്ത് നിൽപ്പുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരവിടെ തകൃതിയായിട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്കിന്ന് 6:30ക്കാണ് നമ്മുടെ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുന്നേ കോട്ടയത്തുനിന്ന് മമ്മിയും പപ്പായും ആൻറ്റിയും പിള്ളേരും അമ്മച്ചിയും സാമും എല്ലാവരും വരും. പിന്നെ നമ്മുടെ സ്റ്റേജിൻ്റെ പരിപാടിയെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കുറച്ച് ഡെക്കറേഷൻ വർക്കും കൂടെ കഴിഞ്ഞാൽ അത് സെറ്റായി. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ചെറിയ ഗിഫ്റ്റ് മാത്തപ്പന് കൊടുത്തു. ചെറിയ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇന്നത്തെ റേറ്റിനനുസരിച്ച് ഇതൊരിക്കലും ചെറിയ ഗിഫ്റ്റേ അല്ല, ഇതൊരു വലിയ ഗിഫ്റ്റ് തന്നെയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ക്യൂട്ടായിട്ടുണ്ട്. അവൻ്റെ കൈക്ക് നല്ല കറക്റ്റായിട്ടൊരു പാകത്തിലുള്ളൊരു ഗോൾഡ് റിംഗ് ആയിരുന്നു. അവൻ ഇട്ടിട്ടാണെങ്കിലും നന്നായിട്ട് ചേരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പന്തലിൻ്റെ പരിപാടി, സ്റ്റേജിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വക ഒരു ചെറിയ അലങ്കോല പരിപാടിയായിട്ട് ഞാനും കൂട്ടത്തിൽ കൂടി. പിന്നെ നമ്മൾ സ്റ്റേജ് ബലൂൺ ഡെക്കറേഷൻ ആയിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ബലൂൺ വാങ്ങിച്ചത് നല്ല ബലൂൺ ആയിരുന്നില്ല, പൊട്ടി പോയിക്കൊണ്ടിരുന്നു. അവസാനം ഞങ്ങൾ പിന്നെ ഫ്ലവർ ഡെക്കറേഷനിലേക്ക് പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല ഭംഗിയുണ്ടായിരുന്നു സ്റ്റേജിൽ. യാചിക്കാത്ത നന്മകൾ പോരുമീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോരുമീ. Happy birthday to you. Happy birthday to you. Happy birthday to you.
ഉള്ളാണ് എന്നാത്തിനാ കാത്ത് പിടിക്കടാ അങ്ങനെയല്ല ഞാൻ ഉറങ്ങുന്നാണോ നല്ലതാണോ അമ്മ ചുരിദാർ കൊടുക്കാം